പ്രൈസ് ദി ലോർഡ്. യേശു എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് തൻ്റെ തങ്കച്ചിറകടിയിൽ മറച്ച് നമ്മെ സൂക്ഷിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ മനപ്പാഠവാക്യം സദൃശ്യവാക്യങ്ങൾ 6-ാമത്തെ അധ്യായം 23-ഉം 24-ഉം. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിൻ്റെ ശാസനകൾ ജീവൻ്റെ മാർഗവും ആകുന്നു. ആമേൻ. അവ ദുഷ്ടസ്ത്രീയുടെ വശീകരണത്തിൽ നിന്നും പരസ്ത്രീയുടെ ചക്കരവാക്കുകളിൽ നിന്നും നിന്നെ രക്ഷിക്കും. ആമേൻ. വളരെ മനോഹരമായൊരു വാക്യമാണ്. ഒരു ദൈവപൈതൽ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഇവിടെ വ്യക്തമായി പറയുന്നു, ദൈവത്തിൻ്റെ കൽപ്പനകൾ നമുക്കൊരു ദീപമായും അവൻ്റെ ഉപദേശം ഒരു വെളിച്ചമായും ദൈവിക പ്രബോധനത്തിൻ്റെ ശാസനകൾ ജീവൻ്റെ മാർഗമായിട്ട് വന്ന് നമുക്ക് വെളിപ്പെട്ട് വരുന്നത്. അവ ലഭിക്കുന്നവന് എന്താ പ്രയോജനം? അത് ദുഷ്ടസ്ത്രീയുടെ വശീകരണത്തിൽ നിന്നും പരസ്ത്രീയുടെ ചക്കരവാക്കുകളിൽ നിന്ന് അവനെ രക്ഷിക്കുവന്നു. ഇതിനെക്കുറിച്ച് സദൃശ്യവാക്യങ്ങൾ 5-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: പരസ്ത്രീയുടെ അധരങ്ങൾ തേനിറ്റിറ്റു വീഴുന്നു, അവളുടെ അണ്ണാക്ക് എണ്ണയേക്കാൾ മൃദുവാകുന്നു. പിന്നത്തേതിൽ അവൾ കാഞ്ഞിരം പോലെ കയ്പും ഇരുവായ്ത്തല വാൾ പോലെ മൂർച്ചയുമുള്ളവളാകും. അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, അവളുടെ കാലടികൾ പാതാളത്തിലേക്ക് ഓടുന്നു. ജീവൻ്റെ മാർഗത്തിൽ അവൾ ചെല്ലാതെ വണ്ണം അവളുടെ പാതകൾ അസ്ഥിരമായിരിക്കുന്നു എന്ന് അതവൾ അറിയുന്നതുമില്ലെന്ന്. സ്തോത്രം. ഇതേ കാര്യം ഇയ്യോബ് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇയ്യോബിൻ്റെ പുസ്തകം 31 അതിൻ്റെ 9 പറയുക: എൻ്റെ ഹൃദയം ഒരു സ്ത്രീയെങ്കിൽ ഭ്രമിച്ചു പോയെങ്കിൽ, കൂട്ടുകാരൻ്റെ വാതിൽക്കൽ ഞാൻ പതിയിരുന്നു എങ്കിൽ, അത് മഹാപാതകമല്ലോ. ന്യായാധിപന്മാർ സൃഷ്ടിക്കേണ്ടുന്ന കുറ്റമത്രേ, അത് നരക പര്യന്തം ദഹിപ്പിക്കുന്ന തീയാകുന്നു. സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ 6-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ വരും: നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ക്രിസ്തുവിൻ്റെ അവയവങ്ങളെ ഞാനെടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കാമോ? ഒരു നാളും അരുതെന്ന്. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏക ആത്മാവാകുന്നു. അതുകൊണ്ട് ദുർനടപ്പ് വിട്ട് ഓടുവീൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു എന്ന്. അങ്ങനെ ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകിയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ ജീവനുള്ള ദൈവമായ കർത്താവിൻ്റെ സ്വന്തമാണ്. യേശു തൻ്റെ ജീവരക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചതാണ്. നമ്മൾ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരങ്ങൾ. നമുക്ക് ജീവനുള്ള ദൈവവുമായിട്ട് മാത്രമേ കൂട്ടായ്മയുള്ളൂ. ആകയാൽ നല്ല കർത്താവിൻ്റെ പൊന്ന് കർത്താവിൻ്റെ ജീവനുള്ള ജീവിപ്പിക്കുന്ന വചനങ്ങൾ കേട്ട് ഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ പൊന്ന് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടുകൊണ്ട് നമുക്ക് ക്രിസ്തുവിൽ ജയാളികളാകാം. യേശു ക്രിസ്തുവുമായി ഏക ആത്മാവായി തീരാം. ഹല്ലേലൂയ. കർത്താവിൽ 100 മേനി ഫലം കൊടുക്കാം. ഈ ലോകത്തിൽ ജയകരമായ ജീവിതം വരുവാനുള്ള നിത്യതയിൽ ക്രിസ്തുവിനോട് മണവാളൻ്റെ കൂടെ വാഴുന്നവരുമാകാം. അതിന് പൊന്ന് പരിശുദ്ധാത്മ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, കൃപയിൽ സൂക്ഷിക്കട്ടെ. ആമേൻ. ആമേൻ. പ്രിയമുള്ളവരെ, ഈ വാക്യം മനപ്പാഠമാക്കാൻ മറക്കല്ലേ. കർത്താവ് കൃപയിൽ സൂക്ഷിക്കട്ടെ. ആമേൻ. ആമേൻ.